ജെകെയർ വേൾഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. അപ്പോൾ എല്ലാവരും ഇന്ന് സമ്മതിദാന അവകാശം രേഖപ്പെടുത്തിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കേരളം നല്ല കൈകളിലെത്താൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെ വിചാരിക്കണം. അതായത് നമ്മൾ ചെയ്യുന്ന ഓരോ വോട്ടിനും അത്രയ്ക്കും വിലയുണ്ടെന്നർത്ഥം. അപ്പോൾ അടുത്ത ഭരണം ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ്. അപ്പോൾ ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പശ്ചിമേഷ്യയിലെ യുദ്ധം വീണ്ടും കനക്കുകയാണ്. അതായത് വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് ഹോർമൂസ് കടലെടുക്ക് വീണ്ടും ഇറാൻ അടച്ചിട്ടിരിക്കുകയാണ്. ഇതിനെതിരായി ട്രംപ് പറഞ്ഞത് ഇറാൻ ചുട്ടെരിക്കുമെന്നാണ്. അപ്പോൾ ഇവർ ഈ വെടിനിർത്തൽ കരാർ വെച്ചപ്പോൾ ലെബനോനൊക്കെ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു ഇസ്രായേൽ. അപ്പോൾ അത് ഇവരുടെ ഒരു കളിയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇറാനുമായിട്ട് ഇപ്പോൾ ഒരു യുദ്ധമില്ല, അപ്പോൾ സുഖമായി ലെബനോനിട്ട് അടിക്കാം എന്നുള്ളൊരു വിഷയത്തിൽ ഇസ്രായേൽ 11 മിസൈലുകളാണ് ലെബനോനിലേക്ക് അടിച്ചത്. ശരിക്കും ലെബനോൻ നാമാവശേഷമാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇസ്രായേൽ ഈ ഒരു തീരുമാനമെടുത്തിരിക്കുന്നത്. അപ്പോൾ എന്തായി, ഇറാൻ വീണ്ടും ഹോർമൂസ് കടലെടുക്ക് അടച്ചിരിക്കുകയാണ്. പശ്ചിമേഷ്യയിൽ എന്താണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അതിനെ പറ്റിയിട്ടാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണം. എൻ്റെ മുഖത്ത് കാണുന്നതെല്ലാം ചിക്കൻ ബോക്സിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ്. ഞാനിതെല്ലാ വീഡിയോയിലും പറയുന്നതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മുഖം കണ്ടാരും ഭയക്കാതിരിക്കാനാണ്. ഓക്കെ, ഈ പശ്ചിമേഷ്യയിലെ സംഘർഷം കൂടുതൽ ഒരു കലുഷിതമാകുന്നതിനിടെ ലെബനനിലെ ബെയ്റൂട്ടിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹിസ്ബുള്ള തലവൻ നയിം ഖാസിമിൻ്റെ അനന്തരവനും പേഴ്സണൽ സെക്രട്ടറിയുമായ അലി യൂസഫ് ഹർഷിയെ വധിച്ചതായിട്ട് ഇസ്രായേൽ സൈന്യം സ്ഥിരീകരിക്കുന്നുണ്ട്. ഇതിനിടെ താൽക്കാലികമായിട്ട് വെടിനിർത്തൽ കരാർ ലംഘിച്ചിട്ട് ഇറാൻ ഹോർമൂസ് കടലെടുക്ക് വീണ്ടും അടയ്ക്കുകയും അതായത് ഗൾഫ് രാജ്യങ്ങളിലുള്ള ആക്രമണം നടത്തുകയും ചെയ്തതോടെ അമേരിക്ക കടുത്ത ഒരു നിലപാടുമായിട്ടാണ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. അതായത് കരാർ പാലിച്ചില്ലെങ്കിൽ ലോകം കണ്ടിട്ടില്ലാത്ത വിധം ശക്തമായ ആക്രമണം നടത്തുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാന് മുന്നറിയിപ്പ് കൊടുത്തിരിക്കുകയാണ്. ബുധനാഴ്ച രാത്രി ബെയ്റൂട്ടിലെ തല്ലേറ്റ് കയാത്ത് മേഖലയിൽ നടത്തിയിട്ടുള്ള വ്യോമാക്രമണത്തിലാണ് ഈ അലി യൂസഫ് ഹർഷി എന്ന് പറഞ്ഞ ആൾ കൊല്ലപ്പെടുന്നത്. ഇദ്ദേഹം കഴിഞ്ഞ ഒക്ടോബറിൽ ഹസൻ നസറുള്ള കൊല്ലപ്പെട്ടതിന് ശേഷം ഹിസ്ബുള്ളയുടെ തലവനായിട്ട് ചുമതലയേറ്റതായിരുന്നു ഇയാൾ. ഇസ്രായേൽ ആക്രമണം നടത്തിയെന്നും എന്നാൽ ഈ ഹർഷിയുടെ മരണവാർത്ത സംബന്ധിച്ച് ഹിസ്ബുള്ള ഇതുവരെ ഒരു ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം നൽകിയിട്ടില്ല. നമുക്ക് വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് ശേഷം, അതായത് ഈ പാകിസ്ഥാൻ്റെ മധ്യസ്ഥതയിൽ നടന്ന ചർച്ചയ്ക്കൊടുവിൽ ഹോർമൂസ് കടലെടുക്ക് തുറക്കാമെന്ന ഇറാൻ്റെ ഒരു തീരുമാനത്തിനോടനുബന്ധിച്ച് വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരുന്ന ഡൊണാൾഡ് ട്രംപ് അപ്പോൾ ഈ വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് ശേഷം UAE, സൗദി അറേബ്യ, ബഹ്റൈൻ, ഖത്തർ, കുവൈറ്റ് എന്നിവിടങ്ങളിലേക്ക് ഇറാൻ ആക്രമണം നടത്തിയെന്ന് ആരോപിച്ചിട്ടാണ് ഇപ്പോൾ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഇയാൾക്ക് ഇറാന് മേലെ സമ്മർദ്ദം ശക്തമാക്കണം, അതാണ് ട്രംപിൻ്റെ ഒരു ആവശ്യം. അപ്പോൾ കരാർ നിബന്ധനകൾ പൂർണ്ണമായിട്ടും പാലിക്കുന്നത് വരെ അമേരിക്കൻ സൈന്യം പേർഷ്യൻ ഗൾഫ് മേഖലയിൽ തുടരുമെന്നാണ് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. ഇറാൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യുദ്ധം അവസാനിപ്പിച്ച് കഴിഞ്ഞാൽ യുദ്ധം അവസാനിപ്പിച്ച പോലെ ഇരിക്കണം. അതായത് അമേരിക്കൻ പട്ടാളക്കാരെല്ലാവരും പശ്ചിമേഷ്യയിൽ നിന്ന് പിൻവാങ്ങണം. ഇതാണ് ഇറാൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്. അല്ലാത്ത പക്ഷം ഞങ്ങൾ അപരാജിതരായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ തൻ്റെ സമൂഹ മാധ്യമമായ ട്രൂത്ത് സോഷ്യലിൽ പങ്കുവച്ചിട്ടുള്ള സന്ദേശത്തിൽ ട്രംപ് എങ്ങനെയാണ് കുറിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ യഥാർത്ഥ കരാറ് പൂർണ്ണമായും നടപ്പിലാക്കുന്നത് വരെ ഇറാനിലും പരിസരത്തും എല്ലാ US കപ്പലുകളും വിമാനങ്ങളും സൈനികരും തുടർന്നുകൊണ്ടിരിക്കും. ഇതിനകം തകർക്കപ്പെട്ട ശത്രുവിനെ പൂർണ്ണമായും നശിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ആയുധങ്ങളും മറ്റ് സജ്ജീകരണങ്ങളും ഈ സൈന്യത്തിൻ്റെ പക്കലുണ്ടാവും. ഏതെങ്കിലും കാരണവശാൽ കരാർ പാലിക്കപ്പെട്ടില്ലെങ്കിൽ ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധം ശക്തമായ ആക്രമണം ആരംഭിക്കുമെന്നും അതൊരു മൂന്നാം ലോകമഹായുദ്ധത്തിലേക്ക് വഴിവെക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്.
അപ്പോൾ ഇറാൻ ആണവായുധങ്ങൾ നിർമ്മിക്കില്ലെന്നും ഹോർമൂസ് കടലിടുക്ക് സുരക്ഷിതമായിട്ട് തുറന്നു കൊടുക്കാമെന്നും നേരത്തെ തന്നെ ധാരണയായതാണെന്നാണ് ട്രംപ് പറയുന്നത്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പാകിസ്ഥാൻ്റെ മധ്യസ്ഥതയിൽ ഇറാനുമായി നടത്തിയ ചർച്ചകൾക്ക് പിന്നാലെ ബുധനാഴ്ചയാണ് ഹോർമൂസ് കടലിടുക്ക് തുറന്നു കൊടുക്കുക എന്ന നിബന്ധനയിൽ ട്രംപ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചത്. അതായത് അന്ന് 48 മണിക്കൂറാണ് ഇറാന് കൊടുത്തിരുന്നത്. അപ്പോൾ ഇറാൻ അവിടെ മനുഷ്യ കവചമൊക്കെ തീർത്തിട്ടുണ്ടായിരുന്നു, ഒരു മനുഷ്യ ചങ്ങല. അതായത് പ്രധാനപ്പെട്ട സ്ഥലങ്ങളിന് ചുറ്റോറും യുവാക്കളെ നിരത്തിയിട്ട് മനുഷ്യ ചങ്ങല നിരത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 48 മണിക്കൂറിനകം ഇത് അടച്ചില്ലെങ്കിൽ അന്ന് ഇറാനെ ചുട്ടരിക്കും എന്നായിരുന്നു ട്രംപിൻ്റെ ഭീഷണി. അതിനുശേഷമാണ് ഈ ഒരു കരാറ് വന്നത്. അപ്പോൾ ആക്രമണങ്ങൾ അവസാനിപ്പിച്ചാൽ പ്രത്യാക്രമണം നിർത്താമെന്നാണ് ഇറാൻ്റെ ഭാഷ്യം. അതായത് ഇറാൻ അന്നും ഇന്നും എപ്പോഴും വ്യക്തമാക്കിയിരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഇസ്രായേലിൻ്റെ നടപടികളും ഇറാൻ്റെ കരാർ ലംഘനങ്ങളും അമേരിക്കയുടെ കടുത്ത മുന്നറിയിപ്പുകളും പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾക്ക് കൂടുതൽ എന്താ പറയുക ആഴം കൂട്ടുകയും വൻ ശക്തികളുടെ നേരിട്ടുള്ള ഇടപെടലുകളിലേക്ക് നയിച്ചേക്കാവുന്ന ആ ഒരു സാഹചര്യം ഉണ്ടല്ലോ, ആ ഒരു സാഹചര്യത്തിലേക്ക് തള്ളിവിടുകയാണ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇതിനിടയിൽ ബെഞ്ചമിൻ നെതന്യാഹു ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ടായിരുന്നു. ആളുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്. അതായത് യുറേനിയം ഒന്നുകിൽ കരാറിലൂടെ അല്ലെങ്കിൽ യുദ്ധത്തിലൂടെ. ഇറാന് നെതന്യാഹുവിൻ്റെ ഒരു മുന്നറിയിപ്പായിട്ടാണ് നെതന്യാഹു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അമേരിക്കയും ഇറാനും തമ്മിൽ 2 ആഴ്ചത്തെ വെടിനിർത്തൽ നിലവിൽ വന്നെങ്കിലും ഇറാന്റെ ആണവ പദ്ധതി പൂർണ്ണമായും അവസാനിപ്പിക്കാതെ തങ്ങൾ പിന്നോട്ടില്ലെന്ന് തന്നെയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത്. അപ്പോൾ ഈ ഇറാന്റെ പക്കലുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം അത് ആ ഒരു ഒറ്റ സംഭവത്തിൻ്റെ കണ്ണ് വെച്ചിട്ട് തന്നെയാണ് ഇപ്പോൾ ട്രംപും നെതന്യാഹും ഇറാനുമായിട്ടുള്ള യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. അല്ലാതെ ഹോർമൂസ് കടലിടുക്ക് തുറക്കലും അടക്കലൊന്നും ഇതിൻ്റെ ഒരു ഭാഗമേ അല്ല. അത് നിങ്ങൾക്ക് മനസ്സിലാവും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രംപ് ഓൾറെഡി യുദ്ധത്തിന് വരുമ്പോൾ ഈ കടലിടുക്ക് തുറന്നിട്ടാണ് ഇരുന്നിരുന്നത്. അപ്പോൾ വന്നതിന് ശേഷമാണ് അത് അടച്ചത്. അപ്പോൾ അത് തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വെടിനിർത്തൽ എന്ന് പറഞ്ഞാൽ ഏത് ബുദ്ധിയുള്ള മനുഷ്യനും മനസ്സിലാകുമല്ലോ. നെതന്യാഹു പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒന്നുകിൽ സമാധാനപരമായ കരാറിലൂടെ പുറത്തെത്തിക്കണം, അല്ലെങ്കിൽ യുദ്ധം പുനരാരംഭിച്ചുകൊണ്ട് ഇസ്രായേൽ അത് പിടിച്ചെടുക്കുമെന്ന് നെതന്യാഹു അന്ത്യശാസനം നൽകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ 2 ആഴ്ചത്തെ വെടിനിർത്തൽ എന്നത് യുദ്ധത്തിൻ്റെ അവസാനമൊന്നുമായിരുന്നില്ല, മറിച്ച് ലക്ഷ്യത്തിലേക്കുള്ളൊരു താൽക്കാലിക ഇടവേള മാത്രമായിരുന്നു. ഇറാന്റെ ആണവ ഭീഷണി പൂർണ്ണമായും ഇല്ലാതാക്കുക എന്നതാണ് ഇസ്രായേലിൻ്റെ അന്തിമ ലക്ഷ്യമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ഇറാനിൽ അവശേഷിക്കുന്ന സമ്പുഷ്ടീകരിച്ച യുറേനിയം ഒന്നുകിൽ നയതന്ത്ര ചർച്ചകളിലൂടെ രാജ്യം വിട്ടുപോകണം, അല്ലെങ്കിൽ യുദ്ധം പുനരാരംഭിച്ചുകൊണ്ട് ഞങ്ങളത് പുറത്തെത്തിക്കും. ഇത് നെതന്യാഹു ടെലിവിഷൻ സന്ദേശത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇസ്രായേൽ സൈന്യം ഏത് നിമിഷവും യുദ്ധത്തിലേക്ക് തിരിച്ചു വരാൻ സജ്ജമാണെന്നും ഞങ്ങളുടെ വിരലുകൾ തോക്കിൻ്റെ ട്രിഗറിലാണെന്നും അദ്ദേഹം മുന്നറിയിപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്തും നെതന്യാഹുവിൻ്റെ ഈ നിലപാടിനെ പിന്തുണച്ചിട്ടുണ്ട്. അപ്പോൾ അറിയാലോ, അപ്പോൾ അവർ തമ്മിലുള്ള ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. അപ്പോൾ ഈ ഒരു ഇടവേള എടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെബനനെ തീർക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം ഇറാൻ തങ്ങളുടെ യുറേനിയ ശേഖരം കൈമാറണമെന്നത് ചർച്ചകൾക്ക് അതീതമായ കാര്യമാണെന്ന് ഹെഗ്സെറ്റ് വ്യക്തമാക്കി. ഇപ്പോൾ ഇഫ്ഹാനിലെ ആണവ കേന്ദ്രങ്ങൾക്ക് സമീപം അമേരിക്ക കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയിട്ടുള്ളത് ഒരു വൻ സൈനിക നീക്കം ഈ യുറേനിയ ശേഖരം പിടിച്ചെടുക്കാനായിരുന്നു. അങ്ങനെയുള്ള ചില റിപ്പോർട്ടുകളും ഇപ്പോൾ ശരിവയ്ക്കപ്പെടുകയാണ് ഈ ഒരു മുന്നറിയിപ്പ് കേൾക്കുമ്പോൾ. ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് കിട്ടിയിട്ടുള്ളത് ഒരു ഇസ്ലാമിക് റവല്യൂഷൻ ഗാർഡ് കോർപ്സ്, അതായത് IRGC, അത് അമേരിക്കയുടെ യുദ്ധക്കപ്പലിനെയും ഇസ്രായേലുമായി ബന്ധമുള്ള ഒരു കണ്ടെയ്നർ കപ്പലിനെയും ലക്ഷ്യമിട്ട് ആക്രമണം നടത്തി എന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത്. റിപ്പോർട്ടുകൾ പ്രകാരം അമേരിക്കൻ നേവിയുടെ അതായത് USS ട്രിപ്പോളി എന്ന യുദ്ധക്കപ്പലാണ് ആക്രമണത്തിന് ഇരയായതെന്ന് ഇറാൻ പറയുന്നുണ്ട്.
ആക്രമണത്തിന് ശേഷം കപ്പൽ ദിശ മാറ്റിയതായും അവകാശപ്പെടുന്നുണ്ട്. എന്നാൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഇതുവരെ ഈ ഒരു സംഭവം സ്ഥിരീകരിച്ചിട്ടില്ല. അതേസമയം SDN-7 എന്ന് തിരിച്ചറിഞ്ഞ ഒരു കണ്ടെയ്നർ കപ്പലും ആക്രമിക്കപ്പെട്ടതായിട്ട് ഈ IRGC അറിയിക്കുന്നുണ്ട്. ഈ കപ്പൽ ഇസ്രായേലിൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ്. അപ്പോൾ ക്രൂയിസ് മിസൈലുകൾ ഉപയോഗിച്ചിട്ടാണ് ആക്രമണം നടത്തി തീപിടുത്തമുണ്ടായതെന്ന് അവർ പറയുന്നു. എന്നാൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട സ്വതന്ത്ര സ്ഥിരീകരണം ഇതുവരെ ലഭ്യമായിട്ടില്ല. അപ്പോൾ ഇത് ആക്രമണത്തിൻ്റെ യഥാർത്ഥ സ്ഥലം, നാശനഷ്ടങ്ങൾ, അപ്പോൾ ഇതൊന്നും വ്യക്തമല്ല. മിഡിൽ ഈസ്റ്റ് മേഖലയിൽ സംഘർഷം കൂടുതൽ രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ലോകരാജ്യങ്ങൾ ശ്രദ്ധാപൂർവം സംഭവ വികാസങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വരും ദിവസങ്ങളിൽ ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പോയി വരാം അടുത്തൊരു വീഡിയോ ആയിട്ട്.